വിഷ്വൽ പ്രോപ്പർട്ടീസിൽ ആദ്യത്തേത് ഷേപ്പാണ്. ഞാൻ പറഞ്ഞു ഷേപ്പും സൈസും കളറും ടെക്സ്ചറും ആണ് വിഷ്വൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പം ഒരു ഒബ്ജക്റ്റിനെ അതിനെ തനതായിട്ട് അതെങ്ങനെ നമ്മൾ കാണുന്നു, അതിന്റെ ഷേപ്പ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ, അത് വെച്ച് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അതിന്റെ പിന്നെ സൈസ് നമ്മൾ നോക്കുന്നുണ്ട്, അതിന്റെ കളർ, അതിന്റെ ടെക്സ്ചർ, ഇതൊക്കെ വിഷ്വൽ ആയിട്ട് നമ്മൾ കാണുന്നതാണ് അല്ലെ, കണ്ടിട്ട് വിഷ്വൽ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് അത് പറയപ്പെടുന്നത്. ഇത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി ക്യാരക്ടറിസ്റ്റിക് ഔട്ട്ലൈൻ of a plane figure or the surface configuration of a volumetric form എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക് ഔട്ട്ലൈൻ. ഒരു പ്ലെയിൻ ഫിഗർ ആകുമ്പോൾ ഒരു പ്ലെയിൻ ആണ്. ഈ പ്ലെയിൻ ആകുമ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് അല്ലേ. അപ്പൊ അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു വോളിമെട്രിക് ഫോം ആകുമ്പോൾ ശരിക്കും നമ്മൾ അതിന് ഫോം എന്ന് പറയും, അതിന്റെ ആ ഫോമിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതെന്താ ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷനിലല്ലേ പറയുന്നത്. അപ്പൊ അതിന്റെ സർഫസ് കോൺഫിഗറേഷൻ, ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇത് ട്രയാങ്കിൾസ് വെച്ച് സൈഡ്സ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു പിരമിഡ് ആണ്. അപ്പൊ അതിന്റെ സർഫസ് കോൺഫിഗറേഷൻ, ഇങ്ങനെ കോൺഫിഗറേഷൻ, ബേസിൽ ഒരു സ്ക്വയർ ഉണ്ടാവും, ആ സ്ക്വയറിന്റെ 4 സൈഡിലും ഇതേപോലെ ട്രയാങ്കിൾസ് ഉണ്ടാവും. ആ ട്രയാങ്കിൾ വന്ന് ഇവരെ എപെക്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു പിരമിഡ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ സർഫസ് കോൺഫിഗറേഷൻ എന്താണോ അതാണ്, ഈ രീതിയിലാണ് അതിന്റെ സർഫസ് കോൺഫിഗറേഷൻ. അപ്പൊ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പിന്നെ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ, പ്ലെയിൻ ഫിഗറിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ട്ലൈൻ ആയിട്ടാണ് പറയാം. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് ദ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിന്നെ ഒരു ഫോം കാണുമ്പോഴും അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക് തന്നെയാണ് ഷേപ്പ്. ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് റെക്കഗ്നൈസബിൾ അല്ലെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ, അതിന് ഷേപ്പ്ലെസ് എന്നല്ലേ പറയാം. കാരണം നമുക്ക് ഇപ്പം ജോമെട്രിയിൽ കുറേ ഷേപ്സ് ഉണ്ട്, സർക്കിള്, ട്രയാങ്കിള്, സ്ക്വയർ, ഇതൊക്കെയാണ് ബേസിക് ഷേപ്സ് പറയുന്നത് അല്ലെ. അങ്ങനെ അല്ലാണ്ട് കുറേ ഷേപ്സ് ഉണ്ട് നമുക്ക്. ഇപ്പം സോളിഡ് വൈസ് പറയുകയാണെങ്കിൽ ഒരു പിരമിഡ്, ക്യൂബ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ നമുക്ക് ഷേപ്പ് അറിയാം, ഫ്രം ദ പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഇതാണ് സംഗതി എന്ന് നമുക്കറിയാം. അതൊരു പ്രത്യേക രീതിയിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഓരോ സൈഡ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് ഇന്നതാണെന്ന് അറിയാം. പക്ഷേ ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഷേപ്പ് റെക്കഗ്നൈസബിൾ അല്ല എങ്കിൽ അതിന് ഷേപ്പ് ഉണ്ട് നമ്മൾ പറയോ, അതിന് ശരിക്കും പറഞ്ഞ ഒരു ഷേപ്പ് ഉണ്ട്, പക്ഷെ നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ അതിന് നമ്മൾ ഷേപ്പ്ലെസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു പേപ്പർ, വലിയൊരു പേപ്പർ നിങ്ങൾ ചുരുട്ടി മടക്കി ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞ് അത് നമ്മൾ ത്രോ ചെയ്യുമ്പോൾ അങ്ങനെയല്ല ചെയ്യാം. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റിന് നിങ്ങൾ ഷേപ്പ് എടുത്ത് നോക്കൂ, അതിന്റെ ഷേപ്പ് എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇസ് ഇറ്റ് എ സ്ഫിയർ? നോ, ഇറ്റ് ഇസ് നോട്ട് അല്ലെ. അപ്പൊ പക്ഷെ അത് നമുക്ക് അത് പക്ഷേ ഷേപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതിന് എന്തോ ഒരു ഷേപ്പ് ഉണ്ട്, പക്ഷെ അതിന് പേരിട്ട് വിളിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പേരില്ല. അപ്പൊ അത് റെക്കഗ്നൈസബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ അതിനെ ഷേപ്പ്ലെസ് എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഇപ്പം ബേസിക് പ്രൈമറി ഷേപ്സ് ജോമെട്രിയിലുള്ളത് മൂന്നെണ്ണമാണ്. ഒന്ന് സർക്കിള്, ഒന്ന് ട്രയാങ്കിൾ, ഒന്ന് സ്ക്വയർ ആണ്. ഈ ഷേപ്സ് ഒന്നുകിൽ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് വോള്യൂംസ് അല്ലെങ്കിൽ സോളിഡ്സ് കിട്ടുന്നത്. ബേസിക് പ്രൈമറി പ്ലെയിൻ ഷേപ്സ് എന്ന് നമുക്ക് വോള്യൂംസ് അല്ലെങ്കിൽ സോളിഡ്സ് കിട്ടുന്നത് ഈ 3 ഷേപ്സ്, സർക്കിളും ട്രയാങ്കിളും സ്ക്വയറും ഒന്നുകിൽ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. സർക്കിൾസ് വെച്ചിട്ട് നമുക്ക് സ്ഫിയേഴ്സ് ഉണ്ടാക്കാം, സിലിണ്ടേഴ്സ് ഉണ്ടാക്കാം, ട്രയാങ്കിൾസ് വെച്ചിട്ട് നമുക്ക് കോൺ ഉണ്ടാക്കാം, സ്ക്വയർസ് വെച്ചിട്ട് ക്യൂബ്സ് ഉണ്ടാക്കാം. ഇതെങ്ങനെയാണെന്നുള്ള ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നോക്കാം. സ്ഫിയർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? സർക്കിൾ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു സർക്കിള് ഒന്നായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഒരു സ്ഫിയർ കിട്ടാം, അല്ലെങ്കിൽ ഒരു ഹാഫ് സർക്കിൾ മതി, ഫുൾ സർക്കിൾ വേണമെന്നില്ല. ഒരു സെമി സർക്കിൾ എടുത്തിട്ട് ഈ ഡയമീറ്റർ വെച്ചിട്ട് ഞാൻ ഒന്നായിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? ഐ വിൽ ഗെറ്റ് എ സ്ഫിയർ അല്ലേ. അതുപോലെ തന്നെ വലിയ സർക്കിൾ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, പക്ഷെ അതിന് വലിയ സർക്കിളിന്റെ ആവശ്യമില്ല, നമുക്കൊരു സെമി സർക്കിൾ കിട്ടിയാലും മതി. അത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്താൽ ഫുള്ളായിട്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ യു ഗെറ്റ് എ സ്ഫിയർ. അപ്പം റെവല്യൂഷൻ ഓഫ് എ സെമി സർക്കിൾ അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ വിൽ ഗിവ് യു എന്ത്? ഒരു സ്ഫിയർ അല്ലേ. പിന്നെ സിലിണ്ടർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? സിലിണ്ടർ കിട്ടുന്നത് ഒരു സർക്കിൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. 2 തരത്തിൽ കിട്ടും കേട്ടോ. ഒരു സർക്കിൾ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം മുകളിലേക്ക്. അപ്പൊ നമുക്ക് ഒരു സിലിണ്ടർ കിട്ടിയില്ലേ? ജസ്റ്റ് ഇമാജിൻ, ഒരു സർക്കിൾ ഉണ്ട്, അതിനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, അപ്പൊ ഐ ഗോട്ട് എ സിലിണ്ടർ. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതൊരു റെക്ടാങ്കിൾ ആണ്. ഈ റെക്ടാങ്കിളിന്റെ ഒരു ബേസ് വെച്ചിട്ട് ഇതിനെ 360 ഡിഗ്രി ഞാൻ റൊട്ടേറ്റ് ചെയ്യാണ്. മൊത്തത്തിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക?
ഒരു സിലിണ്ടർ കിട്ടൂലേ? ഓക്കെ, അപ്പൊ രണ്ട് തരത്തിൽ കിട്ടാം. ഒന്ന് എക്സ്റ്റൻഷൻ ഓഫ് എ സർക്കിൾ ആണ്, അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് എ റെക്ടാംഗിൾ അബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് സൈഡ്സ്. ഏതെങ്കിലും ഒരു സൈഡ് വെച്ചിട്ട് ചെയ്താൽ മതി. വലിയ സൈഡ് വെച്ച് ചെയ്യുമ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഡയമീറ്റർ കൂടിയ ഒരു സിലിണ്ടർ കിട്ടും. ചെറിയ സൈഡ് വെച്ച് ചെയ്തപ്പോൾ ഹൈറ്റ് കൂടിയ ഡയമീറ്റർ കുറഞ്ഞ ഒരു സിലിണ്ടർ കിട്ടി. ഓക്കെ, അപ്പൊ സ്ഫിയറും സിലിണ്ടറും ആയി. ഇത് സർക്കിൾസ് വെച്ചിട്ടും റെക്ടാംഗിൾസ് വെച്ചിട്ടും നമുക്ക് കിട്ടി. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് കോൺ. കോൺ എങ്ങനെയാ കിട്ടുന്നത്? നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ, ദാറ്റ് ഇസ് 90 ഡിഗ്രി ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ വെച്ചിട്ട് അതിന്റെ ഒരു ബേസ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്താൽ ഏതെങ്കിലും സൈഡ് വെച്ച് ചെയ്താൽ മതി. ഈ സൈഡ് വെച്ചിട്ട് ഞാൻ ഒന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തു 360 ഡിഗ്രിയിൽ. എനിക്ക് എന്ത് കിട്ടി? ആയിക്കോട്ടെ, കോൺ. അപ്പോൾ ഒരു സോളിഡ് കിട്ടി. അതുപോലെ തന്നെ ഒരു ക്യൂബ് എങ്ങനെ കിട്ടുന്നു? ഒരു സ്ക്വയർ ഞാൻ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങോട്ട്. എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യണം? ഇതിന്റെ സൈഡിന്റെ മെഷർമെന്റ് എത്രയാണോ അത്രയും മെഷർമെന്റ് ഹൈറ്റിലെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാവൂ. അപ്പോഴേ എനിക്ക് ഒരു സ്ക്വയർ കിട്ടുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഒരു സ്ക്വയർ എക്സ്റ്റെൻഡ് ചെയ്തപ്പം ആയിക്കോട്ടെ ക്യൂബ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് സോളിഡ്സ് കിട്ടുന്നത്. ഒരു ഷേപ്പും പറഞ്ഞത്. രണ്ടാമത്തെ പിന്നെ എന്താ പറയാ വിഷ്വൽ പ്രോപ്പർട്ടി സൈസ് ആണ്. ഈ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. ഇപ്പൊ ഒരു ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ സൈസ് നമ്മൾ എങ്ങനെയാ ഡിറ്റർമിൻ ചെയ്യുക? അതിന്റെ ലെങ്ത്, അതിന്റെ വിഡ്ത്ത്, അതിന്റെ ഡെപ്ത് എന്ന് വെച്ചാൽ ഫിസിക്കൽ ഡയമെൻഷൻസ് എന്താണോ അങ്ങനെയാണ് അതിന്റെ സൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം സൈസ് എന്ന് പറഞ്ഞാൽ സൈസ് ഡിനോട്ട്സ് ദ ഫിസിക്കൽ ഡയമെൻഷൻസ് ഓഫ് എ ഫോം, ദാറ്റ് ഈസ് ഇറ്റ്സ് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഡെപ്ത്. അപ്പം അത് എത്രത്തോളം വലുതാണ്, എത്രത്തോളം ചെറുതാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ആ സൈസ് നമ്മൾ ഇൻഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റൂമാണെന്ന് വിചാരിക്കാം, ഒരു ചെറിയ റൂം. അപ്പോൾ ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമിന്റെ സൈസിന് എത്ര ഉണ്ടാവും? ഇല്ല. അപ്പൊ അതിന്റെ ലെങ്ത്തും അതിന്റെ വിഡ്ത്തും അതിന്റെ ഡെപ്തും ഒക്കെ ചിലപ്പം നമ്മുടെ ബെഡ്റൂമിനെക്കാണ് ചെറുതായിരിക്കാം. അപ്പം ഇറ്റ് ഡിനോട്ട്സ് സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ഹൗ ബിഗ് ഓർ സ്മോൾ ആൻ ഒബ്ജക്റ്റ് ഇസ്. അതും നമുക്ക് പറയാം. എത്ര ചെറുതാണ് എത്ര വലുതാണ് എന്ന് നമുക്ക് ആ സൈസ് നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റും. ലെങ്ത്തും വിഡ്ത്തും ഡെപ്തും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആ ഒബ്ജക്റ്റ് വലുതാണോ ചെറുതാണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഈ dimensions ആണ്, these dimensions such as length, width and depth determine the proportions of a form. ഒരു ഫോമിന്റെ പ്രൊപ്പോർഷൻസ് തീരുമാനിക്കുന്നതും ഈ ഡയമെൻഷൻസ്, സൈസിന്റെ ഡയമെൻഷൻസ് ആണ്. ഈ പ്രൊപ്പോർഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഐഡന്റിഫൈങ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത് കളറാണ്. കളറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ നമുക്കിപ്പം അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് പോകാം. എന്താണ് കളർ? ഏതൊരു ഒബ്ജക്റ്റ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക? ഇന്ന ആ ചുവപ്പ് കളറിലുള്ള ഒബ്ജക്റ്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലുള്ള ഒബ്ജക്റ്റ്, അങ്ങനെയല്ലേ നമ്മൾ പറയാം. അപ്പോൾ കളർ ഇസ് ദ പ്രോപ്പർട്ടി ദാറ്റ് മോസ്റ്റ് ക്ലിയർലി ഡിസ്റ്റിംഗ്വിഷസ് എ ഫോം ഫ്രം ഇറ്റ്സ് എൻവയൺമെന്റ്. അതിന്റെ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് നിൽക്കുന്ന ഫീൽഡ് എവിടെയാണ്? ഒരു റൂമിലാണ്, റൂമിന്റെ സെന്ററിലാണ്, അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ മുകളിലാണ് അത് നിൽക്കുന്നത് ഓബ്ജക്റ്റ്. അപ്പൊ ആ ഓബ്ജക്റ്റ് അതാണ് അതിന്റെ എൻവയൺമെന്റ്. ആ ഒരു ഏതൊരു സ്പേസിലാണോ അത് നിൽക്കുന്നത്, അപ്പൊ അതിന്ന് അതിനെ ക്ലിയർ ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യപ്പെടുന്നത് അതിന്റെ കളർ കൊണ്ടാണ്. ഓക്കെ, ഏതൊരു ഒബ്ജക്റ്റും കളർ ഇസ് ദ പ്രോപ്പർട്ടി ദാറ്റ് മോസ്റ്റ് ക്ലിയർലി ഡിസ്റ്റിംഗ്വിഷസ് എ ഫോം ഫ്രം ഇറ്റ്സ് എൻവയൺമെന്റ്. അപ്പം ഈ കളർ ശരിക്കും പറഞ്ഞാൽ അതിന് 3 ക്വാളിറ്റീസ് ഉണ്ട്, 3 വെർച്യൂസ് ഉണ്ട്. അതൊന്ന് ഹ്യൂ ആണ്, ഒന്ന് വാല്യൂ ആണ്, ഒന്ന് ഇന്റൻസിറ്റി ആണ്. നമ്മളിതൊക്കെ പഠിക്കേണ്ടതാണ്. ഹ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു കളറിന്റെ നെയിം ആണ്. ഇപ്പൊ നമ്മളൊരു ചുവപ്പ് ഒബ്ജക്റ്റ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ? എന്റെ ഹ്യൂ എന്താ? അത് റെഡ് ആണ് അല്ലെ? അതിന്റെ ഹ്യൂ എന്ന് പറഞ്ഞാൽ റെഡ്. ആ കളറിന്റെ നെയിം ആണ് ഹ്യൂ. ഓക്കെ, റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അതാണ് അതിന്റെ ഹ്യൂ. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആ കളറിന്റെ ലൈറ്റ്നെസ് അല്ലെങ്കിൽ ഡാർക്ക്നെസ്. ചിലപ്പോൾ റെഡ് തന്നെ ലൈറ്റ് റെഡ് ആയിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡാർക്ക് റെഡ് മെറൂൺ ആയിട്ട് ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം അല്ലെ? അപ്പൊ അതാണ് അതിന്റെ വാല്യൂ ആയിട്ട് പറയുന്നത്. വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈറ്റ്നെസ്സിനെയും ഡാർക്ക്നെസ്സിനെയും, ആ കളറിന്റെ ലൈറ്റ്നെസ് അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന വെർച്യൂനാണ് അല്ലെങ്കിൽ ക്വാളിറ്റിക്കാണ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത്തത് ഇന്റൻസിറ്റി ആണ്. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഡിനോട്ട്സ് ദ ബ്രൈറ്റ്നെസ് ഓർ ഡൾനെസ് ഓഫ് ദ കളർ. ഒരു കളറിന്റെ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഡൾനെസ്. ചിലപ്പം ചില കളർ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ബൈ ഏജിങ് കുറച്ച് നരച്ച് കുറച്ച് കാലം വെച്ചാൽ അതിന് കളർ ഇങ്ങനെ ഡള്ളായി വരുന്നത് കാണാം അല്ലെ? അതേസമയം ഫ്രഷ് ആയിട്ട് നമ്മൾ പെയിന്റ് അടിച്ച് വെച്ചൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ അതും അതിന്റെ ഇന്റൻസിറ്റി കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ബ്രൈറ്റ്നെസ്, ഒരു പുതിയതായിട്ട് ഒരു സർഫസ് ഞാൻ പെയിന്റ് ചെയ്യാണ്, അപ്പൊ
അപ്പൊ നല്ല ബ്രൈറ്റ് റെഡ് എനിക്ക് അടിക്കാം. ഇനി അതല്ല അതിലേക്ക് ഞാനൊരു ഗ്രേ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നരച്ച കളർ പോലെ എനിക്ക് കിട്ടും അല്ലെ, അതിന്റെ ഡൾ ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ അതിൽ പെടും കേട്ടോ. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ കളറിന്റെ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഡൾനെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ 3 വെർച്യൂസ് ആണ് ഹ്യൂ, വാല്യൂ ആൻഡ് ഇന്റൻസിറ്റി. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അതുപോലെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾസോ എഫക്ട്സ് ദ വിഷ്വൽ വെയിറ്റ് ഓഫ് എ ഫോം. ഒരു ഫോമിന്റെ വെയിറ്റിനെ എഫക്ട് ചെയ്യാം. വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തുലാസിൽ തൂക്കുന്ന വെയിറ്റ് അല്ല, നമ്മൾ കാണുമ്പോഴുള്ള വെയിറ്റ്, ദാറ്റ് ഇസ് വിഷ്വൽ വെയിറ്റ്. എൻ്റെ കണ്ണുകൊണ്ട് ഞാനൊരു ഓബ്ജക്റ്റ് കാണുമ്പോൾ അതിനൊരു വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്യാം. ഞാനൊരു ഒരേപോലുള്ള 2 കാർഡ്ബോർഡ് ബോക്സസ് ഞാൻ എടുത്തു. ഒരേപോലെ ഒരേ സൈസും ഒരേ സംഗതി ഒരേ വെയിറ്റ് ഒക്കെ ഉള്ള 2 കാർഡ്ബോർഡ് ബോക്സ് ഞാൻ എടുത്തു. അതിന് ഞാൻ ഒരെണ്ണത്തിന് ഞാൻ ഡാർക്ക് കളർ ചെയ്തു. ഡാർക്ക് കളർ ബ്ലാക്കോ ഡാർക്ക് ഷെയ്ഡ് ഏതെങ്കിലും ചെയ്തു. ഒന്നിന് ഞാൻ വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് കളർ ചെയ്തു. ഇത് 2 കാണുമ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്യുക? ആ ഡാർക്ക് കളർ അടിച്ച അല്ലെങ്കിൽ ബ്ലാക്ക് കളർ അടിച്ച ഒബ്ജക്റ്റിന് ആ ബോക്സിന് വെയിറ്റ് കൂടിയ പോലെ തോന്നും. ഉറപ്പായിട്ടും തോന്നും. മറ്റേത് ലൈറ്റ് ആയിട്ടും തോന്നും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഓൾസോ കളർ ഓൾസോ എഫക്ട്സ് ദ വിഷ്വൽ വെയിറ്റ്. കാണുമ്പോഴുള്ള വെയിറ്റ് ആണ്, അല്ലാത്തതല്ല. വിഷ്വൽ വെയിറ്റ് ഓഫ് എ ഫോം. ഓക്കെ, ആൻഡ് തേർഡ് ക്വാളിറ്റി, അതാണ് തേർഡ് വിഷ്വൽ പ്രോപ്പർട്ടി ഓഫ് എ ഫോം ആണ് കളർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ടെക്സ്ചർ. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സർഫസ് ടച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യൂലേ? അത് ചിലപ്പോൾ സ്മൂത്ത് ആയിരിക്കും അതിന്റെ സർഫസ്, അല്ലെങ്കിൽ ചിലപ്പോൾ റഫ് ആയിരിക്കും, അല്ലെങ്കിൽ സെമി റഫ് ഒക്കെ ആയിട്ട് ഉണ്ടാവും. ഭയങ്കര റഫ് ആയിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ റഫ്നെസ് ഉണ്ടാവാം. ആ ഒരു ക്വാളിറ്റിയാണ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് എന്താ പറയാ, റഫ് ആണോ സ്മൂത്ത് ആണോ എന്ന് പറയാൻ പറ്റും. അത് വിഷ്വൽ ആണ് പറയാ. വിഷ്വലി നമുക്ക് കണ്ടിട്ട് പറയാൻ പറ്റും. അതേസമയം ടാക്ടൈൽ, നമ്മൾ ടച്ച് ചെയ്താൽ നമുക്ക് പറയാം. കണ്ണ് പൂട്ടിക്കോളൂ, കണ്ണ് പൂട്ടിയിട്ട് നിങ്ങളൊരു സർഫസ് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് സ്മൂത്ത് ആണോ റഫ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളുടെ പഴയ എക്സ്പീരിയൻസ്, നമ്മൾ കുഞ്ഞു കുട്ടിയായപ്പോൾ മുതലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ആണ് നമുക്കത് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ഓബ്ജക്റ്റ് കണ്ടാൽ അത് ടച്ച് ചെയ്യാണ്ട് എനിക്ക് പറയാം. ഇപ്പോൾ ഒരു ചെങ്കല്ലിന്റെ മതിലുണ്ട്, തേച്ചിട്ടില്ല, പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, എനിക്ക് കണ്ടാൽ പറയാൻ പറ്റും അത് റഫ് ആണെന്ന്. എന്തുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത്? ബിക്കോസ് എനിക്ക് ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ്, ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ കളിച്ചപ്പോഴും അല്ലെങ്കിൽ വലുത് വളർന്നപ്പോഴും ഒക്കെ തന്നെ അതിങ്ങനെ ഞാൻ തൊടുമ്പോൾ എനിക്കറിയാം അല്ലെ, തൊട്ടിട്ടും ഒക്കെ എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് റഫ് ആണെന്ന്. അപ്പൊ എനിക്ക് കണ്ടാൽ മതി. ഇനി ഫോട്ടോഗ്രാഫിൽ കണ്ടാലും അതൊരു റഫ് ടെക്സ്ചർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ വിഷ്വൽ പ്രോപ്പർട്ടി ആണ്, അതേസമയം ടാക്ടൈൽ പ്രോപ്പർട്ടി ആണ് എന്ന് പറയുന്ന ഒരു സർഫസിന്റെ വിഷ്വൽ ആസ് വെൽ ആസ് ടാക്ടൈൽ ക്വാളിറ്റി ആണ് ടെക്സ്ചർ എന്ന് പറയുന്നത്. It determines the degree to which the surfaces of a form reflect or absorb light falling on it. അതും പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ ഒരു ഒബ്ജക്റ്റില് വീഴുന്ന ലൈറ്റ്, ഏത് ഒബ്ജക്റ്റിൽ ലൈറ്റ് വന്ന് വീഴുള്ളൂ, അത് എത്രത്തോളം അബ്സോർബ് ചെയ്യും, എത്രത്തോളം റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് പിന്നെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ടെക്സ്ചറും കൂടിയാണ്. ദാറ്റ് ഈസ് കളറിനും ഉണ്ട് കേട്ടോ പ്രോപ്പർട്ടി, അത് നമുക്ക് പറയാം പിന്നീട്. ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ലൈറ്റ് ഇപ്പോൾ റഫ് ടെക്സ്ചർ ആണെന്ന് കരുതുക. റഫ് ടെക്സ്ചർ ആണെങ്കിൽ അതിൽ ലൈറ്റ് വന്നു വീണാൽ അത് അബ്സോർബ് ചെയ്യപ്പെടും, കുറച്ച് റിഫ്ലക്ട് ചെയ്യുള്ളൂ. അതേസമയം ഒരു സ്മൂത്ത് ഷൈനിങ് സർഫസസ് ആണെങ്കിൽ അതിന്റെ മേലെ ലൈറ്റ് വന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്, ഇറ്റ് ഓൾസോ ഡിറ്റർമിൻസ് ദ ഡിഗ്രി ടു വിച്ച് ദ സർഫസസ് ഓഫ് എ ഫോം റിഫ്ലക്ട് ഓർ അബ്സോർബ് ലൈറ്റ് ഫാളിംഗ് ഓൺ ഇറ്റ്. ഓക്കെ, പിന്നെ അതാണ് അതിന്റെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്മൂത്ത് ടെക്സ്ചർ റിഫ്ലെക്ട്സ് ലൈറ്റ് വൈൽ എ റഫ് ടെക്സ്ചർ അബ്സോർബ്സ് ലൈറ്റ്. ഓക്കെ, ഇത് സ്മൂത്ത് ടെക്സ്ചേർഡ് ഒബ്ജക്ട്സിന്റെ ഒരു ചെറിയ വെറുതെ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇതൊക്കെയാണ് ടെക്സ്ചർ എന്ന് കാണിക്കാൻ വേണ്ടി. ഇത് നല്ല റഫ് ആയിട്ടുള്ള ടെക്സ്ചർ ആണ്, ഇത് കുറച്ചും കൂടി റഫ്നെസ് കുറഞ്ഞതാണ്, അതിലും കുറഞ്ഞതാണ്. ഇത് സ്മൂത്ത് ടെക്സ്ചർ, നമ്മൾ മാർബിൾ ഒരു സർഫസ് ആണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ജസ്റ്റ് അറിയാൻ വേണ്ടി ഓരോ സർഫസ് എല്ലാത്തിനും ടെക്സ്ചർ ഉണ്ട്. അപ്പം മരത്തിന് അതിൻ്റെതായ ടെക്സ്ചർ ഉണ്ട്, കല്ലിന് അതിൻ്റെതായ ടെക്സ്ചർ ഉണ്ട്, പ്ലാസ്റ്റിക്കിന് സ്മൂത്ത് ടെക്സ്ചർ ആണ് അല്ലെ, അങ്ങനെ ഓരോന്നിനും ടെക്സ്ചർ ഉണ്ട്. എ സ്മൂത്ത് ടെക്സ്ചേർഡ് ഒബ്ജക്ട് ലുക്സ് ലൈറ്റ് ഇൻ വെയിറ്റ് whereas a rough textured one looks heavy. നേരത്തെ കളറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ടെക്സ്ചറിനും വിഷ്വൽ വെയിറ്റിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഒരു റഫ് ടെക്സ്ചേർഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ തൂക്കി ഒന്ന് നോക്കണം, നമ്മൾ കാണുമ്പോൾ തോന്നും അതിന് വെയിറ്റ് കൂടുതലാണെന്ന്. അതേസമയം സ്മൂത്ത് ടെക്സ്ചേർഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ കണ്ടാൽ നമുക്ക് പിന്നെ വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നും. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് റിഫ്ലെക്ട്സ് ലൈറ്റ്. അതുകൊണ്ടാണ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ ഇത് ഇങ്ങനെ ഒബ്ജക്റ്റ് ലൈറ്റ് ഇൻ വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ടെക്സ്ചറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം 4 പ്രോപ്പർട്ടീസ് ആണ് വിഷ്വൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത്. ഓക്കെ.